വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ദേവിക സഞ്ജയ് ആദ്യമായി നായിക വേഷത്തിൽ. കരിയറിലെ ആദ്യ 2 സിനിമകളും ദേവി സഞ്ജയ് അഭിനയിച്ചത് സത്യനന്ദിക്കാട് സിനിമകളിൽ. ഞാൻ പ്രകാശൻ, മകൾ തുടങ്ങിയ സിനിമകളിലെ കൗമാരക്കാരിയുടെ വേഷങ്ങൾക്ക് ശേഷം ആദ്യമായി ദേവിക നായിക വേഷത്തിലെത്തുന്ന വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി തിയേറ്ററുകളിൽ എത്തി. ദേവിക സഞ്ജയ് സംസാരിക്കുന്നു. സത്യനന്ദിക്കാടിന്റെ മകൾ, ഞാൻ പ്രകാശൻ സിനിമകളിൽ കൗമാരക്കാരിയായിരുന്നു ദേവിക. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിലൂടെ നായികയാണ്. കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നു. എൻ്റെ കഥാപാത്രത്തിന്റെ പേര് ജാനകി ജയൻ എന്നാണ്. തൻ്റെ കുടുംബത്തിൽ ജാനകി കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ മാറ്റാനുള്ള ശ്രമത്തിലാണ് ജാനകി. അതുതന്നെയാണ് എന്നെ ഈ റോളിനോട് കൂടുതൽ അടുപ്പിച്ചത്. അവനവനെ കുറിച്ച് മാത്രം എല്ലാവരും ചിന്തിക്കുന്ന ഈ പുതിയ സമൂഹത്തിൽ അച്ഛനോടും അമ്മയോടുമുള്ള അടുപ്പം പ്രകടിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണിത്. എങ്ങനെയാണ് ദേവിക ഈ സിനിമയിൽ എത്തുന്നത്? റാഫി സാറിൻ്റെ ഭാര്യയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ല. പക്ഷേ സത്യനന്ദിക്കാട് സിനിമകളിൽ എന്നെ കണ്ട ഓർമ്മയിൽ എൻ്റെ പേര് നിർദ്ദേശിച്ചതാണ്. സത്യനന്ദിക്കാടിൻ്റെ ഞാൻ പ്രകാശനിൽ എങ്ങനെയാണ് അവസരം കിട്ടുന്നത്? എൻ്റെ പഴയ സ്കൂളിലെ ടീച്ചർ വഴിയാണ് ഞാൻ സിനിമയിലെത്തുന്നത്. സത്യത്തിൽ എൻ്റെ സുഹൃത്തിനായിരുന്നു അവസരം കിട്ടിയത്. അവൾ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചില്ല. ഞാൻ സ്കൂളിൽ പണ്ട് മുതലേ ആക്റ്റീവായിരുന്നു. നാടകങ്ങളൊക്കെ എഴുതും, അഭിനയിക്കും. അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അതെല്ലാം ചെയ്തത്. പക്ഷെ ശരിക്കും അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എത്രമാത്രം ഇതിനോട് ഇഷ്ടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ മനസ്സിലായി ഈ പണി തന്നെ ചെയ്താൽ മതിയെന്ന്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിൽ നാദിർഷയാണ് സംവിധായകൻ. എങ്ങനെയായിരുന്നു അനുഭവം? എല്ലാവരെയും വളരെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നയാളാണ് അദ്ദേഹം. ഒന്നിനും ദേഷ്യം വരാത്ത, നെഗറ്റീവായ ഫീലിംഗ് ഒന്നുമില്ലാത്ത മനുഷ്യനാണ്. ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് സത്യനന്ദിക്കാട് സിനിമകളിൽ അഭിനയിച്ച പരിചയം മാത്രമേ ഉള്ളൂ. അവിടെ സെറ്റ് ഒരു വീട് പോലെയാണ്. ഇവിടെ വന്നപ്പോൾ ആകെ സംശയമായിരുന്നു. പക്ഷെ ഇവിടെയും എല്ലാം അതുപോലെ തന്നെ, എല്ലാവരും നല്ല ആളുകൾ. ദേവികയുടെ സിനിമയിലെ തുടക്കം തന്നെ 2 സത്യനന്ദിക്കാട് സിനിമകൾ. പലരും ആഗ്രഹിക്കുന്ന അവസരം. ഇതേക്കുറിച്ച് ചിന്തിച്ചിരുന്നോ? തീർച്ചയായും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സത്യൻ സാറിന്റെ സിനിമയിലാണ് അഭിനയിക്കുന്നത് എന്നത് തുടക്കം മുതൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ചെറുപ്പത്തിൽ സത്യൻ സാറിന്റെ സിനിമകൾ കണ്ട് വളർന്നയാളാണ് ഞാൻ. ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്.